ഏഷ്യ കപ്പിനുള്ള ടീമിൽ ശ്രേയസ് അയ്യർ ഇടം കണ്ടെത്തുമെന്നായിരുന്നു പലരും അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഇന്ത്യ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചപ്പോൾ ശ്രേയസ് അയ്യർക്ക് സ്ഥാനം ലഭിച്ചില്ല. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 51 മത്സരങ്ങളുടെ പരിചയസമ്പത്തുള്ള താരമാണ് ശ്രേയസ് അയ്യർ. 2017 ന്യൂസിലൻഡിനെതിരെ അരങ്ങേറിയ ശ്രേയസ് അയ്യർ അവസാനമായി അന്താരാഷ്ട്ര T20 മത്സരം കളിച്ചത് 2023 ഡിസംബർ 3 ഓസ്ട്രേലിയക്കെതിരെയാണ്. ഇന്ത്യ 6 റൺസിന് വിജയിച്ച ഈ മത്സരത്തിൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ശ്രേയസ് അയ്യർ ആയിരുന്നു. 37 പന്തിൽ 53 റൺസാണ് അന്ന് ശ്രേയസ് അയ്യർ നേടിയത്. എന്നാൽ പിന്നീട് അയ്യർക്ക് അന്താരാഷ്ട്ര T20യിൽ അവസരം ലഭിച്ചില്ല. ശ്രേയസ് അയ്യർ ഏഷ്യ കപ്പിലൂടെ അന്താരാഷ്ട്ര T20യിലേക്ക് തിരിച്ചെത്തുമെന്നായിരുന്നു ആരാധകരുടെ പ്രതീക്ഷ. എന്നാൽ താരത്തിന് അവസരം ലഭിക്കാത്തതിനാൽ താരത്തിൻ്റെ ആരാധകർ നിരാശരായി. ഇപ്പോഴിതാ ഇക്കാര്യത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ശ്രേയസ് അയ്യർ. പ്ലേയിങ് 11-ൽ എത്താൻ അർഹതയുണ്ടെങ്കിലും ടീമിൽ ഇടം നേടാൻ കഴിയാത്തത് നിരാശാജനകമാണെന്ന് ശ്രേയസ് അയ്യർ വ്യക്തമാക്കി. എങ്കിലും മറ്റൊരാൾ ടീമിനായി സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ അവരെ പിന്തുണക്കും. ഇന്ത്യൻ ടീം വിജയിക്കുക എന്നതാണ് ലക്ഷ്യം. ടീം വിജയിക്കുമ്പോൾ എല്ലാവരും സന്തുഷ്ടരാണെന്നും ഒരു യൂട്യൂബ് ചാനലിലെ പോഡ്കാസ്റ്റിൽ സംസാരിക്കുന്നതിനിടയിൽ ശ്രേയസ് പറഞ്ഞു. ടീമിലെത്താത്തതിൽ വിഷമമുണ്ടെങ്കിലും പക്വതയോടെയാണ് താരം ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഫെബ്രുവരിയിൽ നടന്ന ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായിരുന്നു ശ്രേയസ് അയ്യർ. IPLലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 600-ലധികം റൺസ് നേടി പഞ്ചാബ് കിങ്സിനെ ഫൈനലിലേക്ക് നയിച്ചു. 175-നും മുകളിലുള്ള സ്ട്രൈക്ക് റേറ്റിലാണ് ശ്രേയസ് അയ്യർ IPLൽ ബാറ്റ് ചെയ്തത്. നേരത്തെ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ തയ്യാറാകാത്തതിൻ്റെ പേരിൽ BCCIയുടെ സെൻട്രൽ കോൺട്രാക്റ്റിൽ നിന്ന് ശ്രേയസ് പുറത്തായിരുന്നു. പിന്നീട് ബോർഡിന് വഴങ്ങുകയും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു. കുറച്ചു കാലമായി തിരിച്ചുവരവിനുള്ള പരിശ്രമത്തിലാണ് താരം. ഇതിനിടെ ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ടൂർണമെൻറ്റിൽ കളിക്കാനും മികച്ച പ്രകടനം നടത്താനും സാധിച്ചു. എന്നാൽ ഏഷ്യ കപ്പ് T20 ടീമിലേക്ക് വിളി വന്നില്ല. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ അവസരം ലഭിക്കുന്നില്ലെങ്കിലും T20 ക്രിക്കറ്റിൽ ലഭിക്കുന്ന അവസരങ്ങളെല്ലാം ശ്രേയസ് അയ്യർ മുതലെടുക്കുന്നുണ്ട്. IPLലെ പ്രകടനവും ഇതുതന്നെയാണ് തെളിയിക്കുന്നത്. 6 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന T20 ലോകകപ്പിനുള്ള മുന്നൊരുക്കം കൂടിയാണ് ഇന്ത്യക്ക് ഈ ഏഷ്യ കപ്പ്. T20 ലോകകപ്പ് കൂടി മുൻനിർത്തിയാണ് ഇന്ത്യ ഏഷ്യ കപ്പ് ടീമിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ T20 ലോകകപ്പ് ടീമിലും ശ്രേയസ് അയ്യർക്ക് അവസരം ലഭിക്കാൻ സാധ്യത കുറവാണ്. ഇനി എന്തെങ്കിലും സാഹചര്യത്താൽ താരം ലോകകപ്പ് ടീമിൽ ഇടം കണ്ടെത്തുമോ എന്ന കാര്യം കണ്ടറിയണം. ലോകകപ്പിന് മുമ്പ് ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക, ന്യൂസിലാൻഡ് തുടങ്ങിയ ടീമുകൾക്കെതിരെയാണ് ഇന്ത്യ T20 മത്സരങ്ങൾ കളിക്കുന്നത്. ഇവയിൽ ഏതെങ്കിലും ഒരു പരമ്പരയിൽ കളിക്കാൻ അവസരം ലഭിച്ച് മികവ് പുറത്തെടുക്കാൻ ശ്രേയസ് അയ്യർക്ക് സാധിക്കുമോ എന്ന കാര്യവും കണ്ടറിയണം. ഏഷ്യ കപ്പിലൂടെ ഇന്ത്യ T20 ടീമിലേക്ക് ശ്രേയസ് തിരിച്ചെത്തുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ടെസ്റ്റ് ക്യാപ്റ്റനായ ശുഭ്മാൻ ഗില്ല് ഏറെക്കാലത്തിന് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയതോടെ സെലക്ഷൻ ദുഷ്കരമായി. ഗില്ലിന് T20 ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനവും ലഭിച്ചു. അതേസമയം ഇന്ത്യ A ടീമും ഓസ്ട്രേലിയ A ടീമും തമ്മിൽ നടക്കുന്ന അനൗദ്യോഗിക ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ശ്രേയസ് അയ്യരാണ്. സെപ്റ്റംബർ 16 മുതലാണ് ഈ മത്സരങ്ങൾ നടക്കുക. ഇന്ത്യയിലെത്തുന്ന ഓസ്ട്രേലിയൻ A ടീം 2 ടെസ്റ്റ് മത്സരങ്ങളും 3 ഏകദിന മത്സരങ്ങളുമാണ് ഇന്ത്യ A ടീമിനെതിരെ കളിക്കുക. ഏകദിന മത്സരങ്ങൾക്കുള്ള ടീമിനെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.